ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ വിഴിഞ്ഞം സമരം തുടരണമെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി 5 ദിവസം നീണ്ടുനിൽക്കുന്ന ജനബോധന യാത്രയുടെ ആദ്യദിന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് KCBCയുടെ നിലപാട് കർദിനാൾ വ്യക്തമാക്കിയത്. വികസനത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരരംഗത്തുള്ള മൂലമ്പള്ളിയിലെ പ്രദേശവാസികളിൽ നിന്നും പതാക സ്വീകരിച്ചുകൊണ്ടാണ് ജനബോധന യാത്രയ്ക്ക് തുടക്കമായത്. യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ജോസഫ് ജൂഡ്, അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് എന്നിവർക്ക് വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ മാത്യു കല്ലിങ്ങൽ പതാക കൈമാറി. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ എറണാകുളം മദർ തെരേസ ചത്തുരത്തിലെത്തിയ യാത്ര വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ദീപശിഖ ജാഥ ക്യാപ്റ്റന് കൈമാറി. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ടിട്ടും ജീവിക്കാനും തൊഴിലെടുക്കാനുമുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നത് അതീവ ദുഃഖകരമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ആ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധം അതിശക്തമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മൂലമ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ നടത്തുന്ന ജനബോധന യാത്രയെ അധികാരികളുടെ കണ്ണുകൾ തുറക്കാൻ സഹായിക്കട്ടെ. മദർ തെരേസ സ്ക്വയറിൽ നിന്നും പ്രതിഷേധ കാൽനട യാത്രയായാണ് രാജേന്ദ്ര മൈതാനത്തിലേക്ക് ജനബോധന യാത്ര നീങ്ങിയത്. തുടർന്ന് ആദ്യ ദിനത്തിലെ സമാപന സമ്മേളനം KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം സമരത്തിന് KCBC നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുടെ ബോധ്യത്തിന് അതീതമായി അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യമല്ലെന്നും ഏകാധിപത്യമാണെന്നും കർദിനാൾ വ്യക്തമാക്കി. രാജ്യത്തെ സ്വാധീനിക്കുന്ന, സംസ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഇതുപോലുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് എല്ലാ ഗവൺമെൻറ്റുകൾക്കും അതീതമായിട്ടുള്ള ഒരു കമ്മിറ്റി, ഒരു ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യമുള്ള കമ്മിറ്റി പഠിച്ച് അത് അംഗീകരിക്കപ്പെട്ട് അത് പിന്നീടും പഠനങ്ങൾക്കൊക്കെ വിധേയമാക്കി ജനങ്ങൾക്ക് സുസമ്മതമായ പദ്ധതികളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എത്ര നല്ല പദ്ധതികളായാലും ജനങ്ങളുടെ ബോധ്യത്തിന് അതീതമായിട്ട് അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യമല്ല. അത് ജനാധിപത്യത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവമാണ്. അതിവിടെ നടന്നുകൂടാ. ജനാധിപത്യമായിട്ട് തന്നെ ഇവിടെ നടക്കണം. ആലപ്പുഴ, കൊല്ലം കേന്ദ്രങ്ങൾ പിന്നിട്ടാണ് ജനബോധന യാത്ര 18-ാം തീയതി വിഴിഞ്ഞത്തെത്തുക. തിരുവനന്തപുരത്തെ തീരദേശ ജനസമൂഹത്തോട് പക്ഷം ചേർന്നുകൊണ്ടാണ് KRLCCയുടെയും ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ജനബോധന യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നത്. കൊച്ചിയിലും ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും തുടങ്ങി തീരപ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ജനബോധന യാത്രയിൽ ഉന്നയിക്കും. ഷെക്കിന ന്യൂസ്, കൊച്ചി.